Morning students, today we are going to learn about how to derive Slutsky equation. It's a topic that comes in both microeconomics and mathematical economics. And in mathematical economics, we have to learn about how to derive this Slutsky equation. And this equation explains about how price effect is decomposed into substitution and income effect. പ്രൈസ് ഇഫക്റ്റ് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം ഇഫക്റ്റ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അതായത് രണ്ടും ചേരുമ്പോൾ എങ്ങനെയാണ് ടോട്ടൽ പ്രൈസ് ഇഫക്റ്റ് വർക്കൗട്ട് ആവുന്നതെന്നാണ് ഈ ഒരു സ്ലട്സ്കി ഇക്വേഷൻ കൊണ്ട് സ്ലട്സ്കി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വി ക്യാൻ ലേൺ ഇറ്റ് ത്രൂ ദി ഡയഗ്രാം. ഇതൊരു തിയററ്റിക്കൽ ആസ്പെക്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് when a consumer enter into a market and he tried to maximize his satisfaction with the given budget constraint, and he finally reaches an equilibrium, and the equilibrium price and quantity is determined. So initially the consumer is in equilibrium 1 E1. At this point E1, he is in a budget line. AB is the budget line, and he is in IC1 indifference curve. So he is in a stable equilibrium. At that time, when there is a price change, that means here two commodities are purchased by that consumer along y axis. He purchases commodity Y, and along OX axis he purchases commodity X. Then there is a price change in the quantity of commodity sold in the market X becoming more cheaper. അതായത് എക്സിൻ്റെ വില കുറച്ചുകൂടെ ഇടിയുമാണ്, കുറേ കൂടെ എക്സ് വളരെ ചീപ്പർ ആവുകയാണ്. സോ ദി കൺസ്യൂമർ ക്യാൻ പർച്ചേസ് മോർ ഓഫ് കമ്മോഡിറ്റി എക്സ്. കാരണം നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന കമ്മോഡിറ്റി വലിയൊരു വിലക്കായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ വില ഇടിഞ്ഞിട്ടുണ്ട്. വില ഇടിയുമ്പോൾ ഹി ക്യാൻ പർച്ചേസ് മോർ ഓഫ് കമ്മോഡിറ്റി എക്സ്. സോ ഹിസ് എൻ്റയർ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് ടു എന്താ പറയുക OX ആക്സിൽ അത് എക്സ്റ്റെൻഡ് ആവുക ചെയ്യുന്നത്. സോ ഹിസ് ബഡ്ജറ്റ് ലൈൻ AB എന്നുള്ളത് നൗ ഇറ്റ് ബിക്കം AB1. അതായത് ഹി ക്യാൻ പർച്ചേസ് മോർ ഓഫ് കമ്മോഡിറ്റി എക്സ് അവിടെ അവർക്ക് വാങ്ങിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഹിസ് ഇക്വിലിബ്രിയം ചേഞ്ചസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയം എന്നുള്ളത് അവിടെ മാറുവാണ്. ഇറ്റ്സ് ചേഞ്ചിങ് ഫ്രം E1. ദെൻ ഹി മൂവ്സ് ടു അനദർ ഇൻഡിഫറൻസ് കർവ് ദാറ്റ് ഹി ഗെറ്റ്സ് മോർ സാറ്റിസ്ഫാക്ഷൻ വെൻ എ കമ്മോഡിറ്റി ബിക്കമിങ് മോർ ചീപ്പർ ഓർ ലെസ് എക്സ്പെൻസീവ്. അദ്ദേഹത്തിന് വളരെ ആവശ്യമുള്ള കമ്മോഡിറ്റിയാണ്, പക്ഷേ ഇപ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ലാത്ത അത് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹി വിൽ മൂവ് ഓൺ ടു ദി ന്യൂ ഇൻഡിഫറൻസ് കർവ്. കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഹി റീച്ചസ് ടു ഇക്വിലിബ്രിയം E2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് അദ്ദേഹം മൂവ് ചെയ്യാണ്. ദെൻ ഈ E2, അതായത് മൂവ്മെൻറ്റ് ഫ്രം E1 to E2 is known as price effect. ഇവിടെ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ പ്രൈസ് ചേഞ്ച് കൊണ്ട് ഈ കൺസ്യൂമറിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അദ്ദേഹം പഴയൊരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് മാറുവാണ്. സോ ദിസ് ഈസ് ദ ടോട്ടൽ ചേഞ്ച് ഇൻ ദി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ബൈ ദ കൺസ്യൂമർ ഡ്യൂ ടു ദി പ്രൈസ് ഇഫക്റ്റ്. ദെൻ ഈ സ്ലട്സ്കി അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത് ദിസ് പ്രൈസ് ഇഫക്റ്റ് ഈസ് divided into two, as it is either due to a substitution or due to an income effect. അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പറയുന്നത്. ദാറ്റ് മീൻസ് ദ ടോട്ടൽ പ്രൈസ് ചേഞ്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഡികമ്പോസ്ഡ് ഇൻ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ്. ഇതാണ് ഈ സ്ലട്സ്കി ഇക്വേഷൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഹൗ പ്രൈസ് ഇഫക്റ്റ് ഈസ് ഡീകമ്പോസ്ഡ് ഇൻ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ്. ദെൻ നമുക്ക് എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഷോസ് ദാറ്റ്
എ പേഴ്സൺ സബ്സ്റ്റിറ്റ്യൂട്ട് വൺ കമ്മോഡിറ്റി ഫോർ ദ അതർ. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു കമ്മോഡിറ്റി കൂടുതൽ വാങ്ങിക്കുകയും മറ്റൊന്നിൻ്റെ കൺസംഷൻ കുറയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സ്ലട്സ്കി ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ആൾവേസ് നെഗറ്റീവ് ഫോർ എ പ്രൈസ് ചേഞ്ച് ആണ്. അതായത് സപ്പോസ് ഒരു കമ്മോഡിറ്റി നിങ്ങൾ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു കമ്മോഡിറ്റിയുടെ കൺസംഷൻ നിങ്ങൾക്ക് കുറച്ചേ മതിയാവും. സോ ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താ പറയുക ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. അതായത് രണ്ട് കമ്മോഡിറ്റി ഉണ്ട്, അപ്പോൾ ഒന്ന് കൂടുതൽ ലെസ് എക്സ്പെൻസീവ് ആകുകയും അദ്ദേഹത്തിന് അത് കൂടുതൽ വാങ്ങിക്കണം തോന്നുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് കൂടുതൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കമ്മോഡിറ്റിയുടെ അലോക്കേഷൻ സ്വാഭാവികമായിട്ടും കുറയുകയും ചെയ്യും. ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷൻ. സോ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇൻ ദി എക്കോണമി ഈസ് ആൾവേസ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് സ്ലട്സ്കി അവതരിപ്പിക്കുന്നത്. ദെൻ നമുക്ക് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ഇൻകം ഇഫക്റ്റ്. ഫോർ എ നോർമൽ കമ്മോഡിറ്റി ദി ഇൻകം ഇഫക്റ്റ് ഈസ് ആൾവേസ് പോസിറ്റീവ്. അതായത് ഇൻകം കൂടുകയാണെങ്കിൽ ഹി ക്യാൻ അലോക്കേറ്റ് ഹിസ് കമ്മോഡിറ്റി ഫോർ പർച്ചേസ് ഓഫ് ദ ബോത്ത് കമ്മോഡിറ്റി. രണ്ട് കമ്മോഡിറ്റിയും അദ്ദേഹത്തിന് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഹിസ് ഇൻകം അവിടെ കൂടുന്ന അർത്ഥം. സോ ഇത് നമ്മളെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സപ്പോസ് ഹിസ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഇസ് ഈക്വൽ ടു 100, അതായത് 100 റുപ്പീസാണ് അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ദെൻ സപ്പോസ് 2 കമ്മോഡിറ്റി ഉള്ളത് Q1 അതുപോലെ Q2. സപ്പോസ് ആദ്യത്തതിൻ്റെ പ്രൈസ് 5 രൂപയും രണ്ടാമത്തതിൻ്റെ പ്രൈസ് 10 രൂപയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഈ പർച്ചേസസ് Q1 ഈക്വൽ ടു 10 പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ Q2 പർച്ചേസ് ചെയ്യുന്നത് 5 ആണെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? സോ അതായത് ഇപ്പം അദ്ദേഹത്തിന് Q1 5 റുപ്പീസിന് 50 റുപ്പീസ് സ്പെൻഡ് ചെയ്തുകൊണ്ട് 5 എണ്ണം വാങ്ങിക്കാൻ പറ്റും. സിമിലർലി 10 രൂപ വിലയുള്ള Q2 അദ്ദേഹത്തിന് 5 ക്വാണ്ടിറ്റി വെച്ചിട്ട് ഈ 100 രൂപയെന്ന് അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് അവിടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി അതായത് Q1 കമ്മോഡിറ്റി അതിൻ്റെ പ്രൈസ് എന്താ പറയുക വെരി ലെസ്സർ ആവുകയും 1 റുപ്പി ആയി മാറുന്നു എന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് P1 ഈസ് ഈക്വൽ ടു 1 റുപ്പി ആവുകയാണ്. ഇപ്പം P1 ഈസ് ഈക്വൽ ടു 5 റുപ്പിയാണ്. സപ്പോസ് P1 ഈസ് ഈക്വൽ ടു 1 റുപ്പി ആവുകയാണെങ്കിൽ ദെൻ വിത്ത് ഹിസ് ഗിവൺ ഇൻകം ഹി ക്യാൻ പർച്ചേസ് മോർ ഓഫ് Q1. അതായത് നേരത്തെ 10 എണ്ണം വാങ്ങിച്ചിരുന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് 50 ക്വാണ്ടിറ്റി അദ്ദേഹത്തിന് വാങ്ങിക്കാൻ പറ്റും. അതായത് Q1 ഇസ് ഈക്വൽ ടു 50 ആയിട്ട് മാറും. അപ്പോൾ ഈ രീതിയിൽ വെൻ ദർ ഈസ് എ പ്രൈസ് ചേഞ്ച് ഹി ക്യാൻ കൺസ്യൂം മോർ ഓഫ് വൺ കമ്മോഡിറ്റി. ഇനിയും കൂടുതൽ വേണമെങ്കിൽ വാങ്ങിക്കാം. സപ്പോസ് ഈ ഒരു മൊമെൻറ്റിൽ ഇത് വളരെ ചീപ്പറായിട്ടുണ്ട്. സോ ഹി ക്യാൻ പർച്ചേസ് മോർ ഓഫ് Q1 ബൈ റെഡ്യൂസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് Q2 ആൾസോ. ദെൻ ദിസ് ഇഫക്റ്റ് ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയും. ദെൻ സപ്പോസ് അദ്ദേഹത്തിന് ഇത് വേണ്ട, പുള്ളിക്ക് നേരത്തെ ഉള്ള അത്രയും ക്വാണ്ടിറ്റി തന്നെ മതി, 10 ക്വാണ്ടിറ്റി തന്നെ മതി, അതുപോലെ Q2 5 ക്വാണ്ടിറ്റി തന്നെ മതി എന്ന് അദ്ദേഹം വെക്കുവാണെങ്കിൽ ദെൻ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ഇൻകം. അതായത് ഇൻകം വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്, ദർ ഈസ് എ റിയൽ ഇൻകം അവിടെ ഇൻക്രീസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ. അതായത് അദ്ദേഹം നേരത്തെ പർച്ചേസ് അത്ര ക്വാണ്ടിറ്റി അദ്ദേഹത്തിന് വേണ്ടു, 10 തന്നെ മതി, 1 രൂപക്ക് 50 വാങ്ങിക്കണമെന്നില്ല എന്നാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഏകദേശം 40 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എക്സസ് ആയിട്ട് വരും. അപ്പോൾ നേരത്തെ അദ്ദേഹത്തിന് 100 രൂപ കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയിരുന്ന അതേ സംഭവം ഇപ്പോൾ 60 രൂപക്ക് മതി. അവിടെ ഒരു 40 രൂപയുടെ അഡീഷണൽ ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നോട്ട് ദി ഇൻക്രീസ് ഇൻ ഇൻകം ബട്ട് ഹിസ് റിയൽ ഇൻകം ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ഹിസ് പർച്ചേസിങ് പവറാണ്
അവിടെ കൂടിയിരിക്കുന്നു. ഒരു എക്സസ് 40 റുപ്പീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. സോ ഹീ ക്യാൻ യൂസ് ദിസ് 40 റുപ്പീസ് ഫോർ പർച്ചേസിങ് ബോത്ത് കമ്മോഡിറ്റി. അതായത് Q1ഉം Q2ഉം രണ്ടും കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 40 രൂപ അദ്ദേഹത്തിന് എങ്ങനെയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദർ ഈസ് എ പ്രൈസ് ചേഞ്ച്, ദെൻ ദിസ് പ്രൈസ് ചേഞ്ച് വിൽ റിസൾട്ടഡ് ഇൻ ഐദർ in substitution form or there is a real income increases that can be allocated for both commodity. ഇതാണ് ഇവിടുത്തെ ഈ ഒരു സ്ലഡ്സ്കി ഇക്വേഷൻ്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ വി ആൾറെഡി സെഡ് ദാറ്റ് മൂവ്മെൻറ്റ് ഫ്രം E2 E1 E2 എന്ന് പറയുന്നതാണ് ടോട്ടൽ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ആ റിയൽ ഇൻകം യൂസ് ചെയ്യുന്നില്ല. സപ്പോസ് ഈ 40 രൂപ അദ്ദേഹം യൂസ് ചെയ്യുന്നില്ല. ഈ എക്സസ് ആയിട്ട് വന്ന റിയൽ ഇൻകം ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹം പർച്ചേസിന് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന യൂട്ടിലിറ്റിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ദെൻ ഹി എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ എക്സസ് 40 റുപ്പീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുമ്പം ദാറ്റ് മീൻസ് വി കോമ്പൻസേറ്റ് ദാറ്റ് ഇൻകം. ആ എക്സസ് ഇൻകം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് വി റിമൈനിങ് ഓൺ ദ ഒറിജിനൽ യൂട്ടിലിറ്റി ലെവലിലാണെങ്കിൽ എ ന്യൂ ഇക്വിലിബ്രിയം വിൽ ക്രിയേറ്റ്. അതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം E3 എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം E3 ഷോസ് ദാറ്റ് ദി എക്സസ് 40 റുപ്പീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുമ്പം ഉള്ള അദ്ദേഹത്തിൻ്റെ അലോക്കേഷനാണ് ഈ E3 എന്ന് പറയുന്നത്. ദെൻ E3 ഈസ് ദ ന്യൂ ഇക്വിലിബ്രിയം. അറ്റ് E3 ഹീ ഈസ് റിമൈനിങ് ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവാണ്. IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ബട്ട് ഹീ ക്യാൻ പർച്ചേസ് മോർ ഓഫ് ദി ലെസ് എക്സ്പെൻസീവ് കമ്മോഡിറ്റി. അപ്പോൾ E1 to E3 എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ E1 to E3 ഷോസ് ദ സെയിം സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. നേരത്തെ കമ്മോഡിറ്റി വാങ്ങിച്ചിരുന്നു എങ്ങനെയാണോ അതുപോലെ തന്നെ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മറ്റൊരു കോമ്പിനേഷനാണ് E3 എന്ന് പറയുന്നത്. ബട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ E1 to E3 മീൻസ് അറ്റ് E3 he purchased more of commodity Y and less of commodity X ആണ്. But now X is become less expensive, so he can allocate his purchasing capacity. That means his income for the consumption of more of commodity X ആണ്. അപ്പോൾ E1 to E3 കാണിക്കുന്നത് കൂടുതൽ എക്സ് വാങ്ങിക്കുന്നു, അവിടെ എക്സിൻ്റെ വൈയുടെ അളവ് കുറച്ചുകൊണ്ട്. അപ്പോൾ അവിടെ Y1 to Y3 എമൗണ്ട് ഓഫ് Y2 കുറച്ചുകൊണ്ട് അദ്ദേഹം X1 to X3 എമൗണ്ട് ഓഫ് അഡീഷണൽ കമ്മോഡിറ്റി ഓഫ് എക്സ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ E1 മൂവ്മെൻറ്റ് ഫ്രം E1 to E3 ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ദർ ഇസ് എൻ ഇൻവേഴ്സ് റിലേഷനാണ്. അതായത് ഒന്നിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റൊന്നിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ദോർഫോർ ദി ഇഫക്റ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ചേഞ്ച് ഇൻ ബോത്ത് കമ്മോഡിറ്റി ഈസ് ആൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അതായത് കൂടുതൽ എക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വൈയുടെ അളവ് നമ്മൾ കുറച്ചേ മതിയാവും. ദെൻ വി ആൾറെഡി എക്സ്പ്ലെയിൻഡ് അബൌട്ട് എൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹിസ് റിയൽ ഇൻകം. ഒരു 40 റുപ്പീസ് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സപ്പോസ് ഈ 40 റുപ്പീസ് അദ്ദേഹം എടുക്കുകയാണെങ്കിൽ ഹി ക്യാൻ മൂവ് ഫ്രം E3 to E2. അതായത് E3 എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് അദ്ദേഹത്തിന് E2 എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യാം. എന്താണ് ഈ E2 എന്ന് പറയുന്ന പോയിൻ്റ് പ്രത്യേകത? അറ്റ് ദ പോയിൻ്റ് E2 ഹി ഈസ് അഗെയിൻ ഇൻ എ ന്യൂ എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലാണ് ഇവിടെ വരുന്നത്. അപ്പം മൂവ്മെൻറ്റ് ഫ്രം E3 to E2 ഷോസ് ദാറ്റ് ഹിസ് ഇംപ്രൂവ്ഡ് പർച്ചേസിങ് പവർ, അതായത് ഇൻക്രീസ്ഡ് റിയൽ ഇൻകം 40 റുപ്പീസ് ക്യാൻ ബി അലോക്കേറ്റഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ബോത്ത് കമ്മോഡിറ്റിയാണ്. അതായത് രണ്ടും കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. അതായത് E3 നിന്ന് E2ലേക്ക് അദ്ദേഹം മൂവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് Y2 Y3 വരെയുള്ള, അതായത് ഈ ഒരു എമൗണ്ടും അതുപോലെ ഇത്രയും എമൗണ്ടും ഉള്ള കമ്മോഡിറ്റി എക്സും വൈയും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് ഇൻകം ഇഫക്റ്റുമാണ്. അപ്പോൾ ഇതിലൊരു ഡോട്ടഡ് ലൈന് ഇവിടെ പാരലായിട്ട് വരച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ആ ഒരു എന്താ പറയുക, ആ ഡീകമ്പോസിഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 40 റുപ്പീസിൻ്റെ ആ ഒരു എന്താ പറയുക ഇൻകം കോമ്പൻസേറ്റ് ചെയ്ത്
അതിന് പാരലായിട്ട് വരച്ച ഒരു ലൈനാണ് അവിടെ ആ ഒരു പാരലൽ ലൈൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ റെഫർ എനി മൈക്രോ എക്കണോമിക്സ് ബുക്ക്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു, നമ്മുടെ ഇന്നത്തെ മെയിൻ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡിറൈവ് ദി മാത്തമാറ്റിക്കൽ പാർട്ട് ഓഫ് ദിസ് സ്ലട്സ്കി ഇക്വേഷൻ ആണ്. സോ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഇക്വിലിബ്രിയം. എന്താണ് കൺസ്യൂമറിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ എങ്ങനെയാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഡിറൈവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് us start guys. So we can take the equilibrium by taking the utility function of the consumer. So utility of the consumer derived from two commodity ആണ്. Q1 and Q2 are the two commodities. Then his budget constraint is equal to M equal to P1 Q1 plus P2 Q2. So first we have to find out the original ഇക്വിലിബ്രിയം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് E1 എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ്. ദിസ് ഇസ് ദ ഒറിജിനൽ ഇക്വിലിബ്രിയം. സോ ആ E1 ഇക്വിലിബ്രിയത്തിലേക്ക് പുള്ളി ആദ്യം എത്തുന്നതിൻ്റെയാണ് ഡെറിവേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. So we combine this is there is here the utility is maximized subject to the budget constraint. So it's a constraint optimization. So we have to combine both this function using lambda and set it as equal to z. Z is equal to f of q1 comma q2 plus lambda. That means we combining both this function by using lambda m minus p1 q1 minus p2 q2. Then there is three first order condition for utility maximization, that is dz by dq1 equal to 0, dz by dq2 equal to 0, then dz by d lambda equal to 0. So here we follow a partial differentiation. Then this is all in a functional form. Utility is in a functional form, not an original function. So we can write the utility function with respect to the first commodity as symbolically by using f1. F1 shows the marginal utility of the first commodity. Then we have to find out the differentiation of this budget constraint with respect to the first commodity, that is lambda p1 equal to 0. The next f2, similarly we can find the partial differentiation with respect to the second commodity, f2 minus lambda p2 equal to 0. Then next one we have to find out the partial differentiation with respect to lambda, then that is equal to m minus p1 q1 minus p2 q2 equal to 0. Then we can write all these set as set 1, set of equation 1. Then this is the first order equation, and from this we will derive the equilibrium condition, that is f1 divided by f2 equal to p1 by p2. That this is the marginal rate of commodity substitution, and this is the ratio of price, and here the slope of the indifference curve is equal to the slope of the budget constraint. So in the first order condition of this utility maximization, the consumer is in equilibrium. Then happen the change. That means there is a thorough change in the price of commodities. So equilibrium also changes. Here price changes, then quantity changes, then there is the income also, means the real income also increases. So for this set of equation goes through a tremendous change. So we have to find out the total change in this equilibrium situation. So here we have to find out the change in quantity, change in price, and change in income. So we will take the total differential of this first set of equation. So in order to find the first total differential of the first equation of the first set, we know that marginal utility of the first commodity is represented by f1. So within the first commodity, that means the commodity consumed,
we can find it will also affect the consumption of the other commodity also. So we will find the change in F1 with respect to change in Q1 and also with respect to change in Q2 also. So symbolically we write it as F11 shows that the change in F1 with respect to the change in the first commodity, that is F11 dQ1 explains the change in F1 due to a change in first commodity, plus F12 dQ2 explains that the change in F1 due to the change in the second commodity. Then here lambda shows the money multiplier. Here real income also increases, then prices also changes. So that two effect also should be, we have to identify. So we will write P1 and change in income. The next money multiplier income and change in P1. So here comes the total change in the first equation. Similarly, we can find the total change in the second equation of the first set by F21 dQ1. It shows that F2 means the second quantity's marginal utility is also changed because of the consumption or additional consumption of Q1. So we will find F21 dQ1 highlight that the change in the second quantity with respect to the change in the first quantity, that is F21 dQ1 plus F22 dQ2 shows the change in quantity consumed of the second commodity as a result of the quantity purchased less or more of the same commodity. Similarly, we will find the change in lambda and P2 also. So P2 and change in lambda and lambda into change in P2, that is equal to 0. And in the last equation that representing the budget constraint, it also goes through the change in almost all the variables. Therefore, change in income is represented by DM. DM shows the change in income minus P1 into change in Q1 minus Q1 into change in P1. That means within P1 and Q1, P1 also varies and Q1 also varies. So P1 dQ1 is the change in Q1. Then the Q1 dP1 is the change in P1. Similarly, we can find P2 dQ2 and Q2 dP2 equal to 0. Now we are going to rearrange all this equation as F11 dQ1 plus F12 dQ2 minus P d lambda equal to minus lambda dP1. When reaches on the other side of the equation, it will become plus sign. So lambda dP1, then F21 dQ1 plus F22 dQ2 minus P2 d lambda equal to lambda dP2. Then the last equation, in order to match the change in quantity, I write P1 dQ1 here minus this one and this minus P2 dQ2, and all the remaining items are taken to the other side of the equation as dm. When it reaches on the other side, it will become minus dm, and minus q1 dp1 will become plus q1 dp1, and q2 dp2 when it reaches on the other side will become q2 dp2. So this set of equation I call it as set of equation 2. So this is the set of equation 1 and this is the set of equation 2. Now I am converting the set of equation 2 into matrix form by taking
dq1, dq2 and d lambda on one side, then here all other things. So what will remain as the coefficient matrix here? So here remains f11, f12 minus p1, f21, f22 minus p2 minus p1 minus p2, and here nothing remains for d lambda, so we write it as 0. And the other side of the equation is lambda dp1 lambda dp2 minus tm plus q1 dp1 plus q2 dp2. So this is in the form that Ax is equal to p, and here we have to find out the change in q1, change in q2 and d lambda, that we have to find out, the x we have to find out. So in matrix, in order to solve this kind of linear equation, then we will use inverse rule. So x is equal to A inverse into B. That is the formula that we used in solving equations in matrix form. So let us do that. So we have to write it as dq1, dq2 and d lambda. It is equal to 1 by determinant of this A matrix, that is f11, f12 minus p1, f21, f22 minus p2 minus p1 minus p2 0. Then the determinant 1 by determinant of A into, that means 1 by, the formula here is equal to 1 by determinant of A into adjoint of A into B. Then we will get the answer for x. So 1 by determinant of A into adjoint of A. Adjoint of A, here A is equal to the same matrix, that is f11, f12 minus p1, f21, f22 minus p2 minus p1 minus p2 0. ഇതിനോടുകൂടെ we have to multiply the P matrix, that is lambda dp1 lambda dp2 minus tm plus q1 dp1 plus q2 dp2. So here everything we represent in a symbolic form. So determinant of this matrix I symbolically, determinant of this A, that means determinant of A I symbolically write it as D, and the adjoint of A I symbolically write it as something that I can use by D itself, that is can write it as D11, D12, D13, D21, D22, D23, D31, and just symbolically writing it as D32, D33. It's all symbolic representation. So by using this kind of symbolic representation, we can solve this equation as dq1, dq2 and d lambda is equal to 1 by d. Here d is the symbolic representation of this determinant of this matrix. So then the adjoint is also a symbolic representation, that is d11, d12, d13, d21, d22, d23, d31, d32, d33,
and we have to multiply this matrix with that lambda dp1 lambda dp2 minus tm plus q1 dp1 plus q2 dp2. So next we have to find out the solution value for all these equations. So first we will solve it for dq1. dq1 is equal to 1 by d into, in matrix multiplication we will multiply each row into the column. So for the first dq1 we will multiply it with d11 into this d11 into this lambda dp1 plus d21 lambda dp2 plus d31 into minus tm plus q1 dp1 plus q2 dp2. Similarly, we can find the second equation also. dq2 equal to 1 by d into d12 lambda dp1 plus d22 lambda dp2 plus d32 into minus tm plus q1 dp1 plus q2 dp2. Here d lambda is equal to 1 by d into d13 into lambda dp1 plus d23 lambda dp2 plus d33 into minus tm plus q1 dp1 plus q2 dp2. So here we are taking only the first equation in this solved form, that we can call it as the set of equation as set of equation equal to 3. Then we are using only the first equation in order to derive the Slutsky equation. Slutsky equation derive ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ ആദ്യത്തെ ഇക്വേഷൻ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ മാത്രമായിട്ട് എഴുതിയാൽ മതി. സോ dq1 is equal to 1 by d into d11 lambda dp1 plus d21 lambda dp2 plus d31 minus dm plus q1 dp1 plus q2 dp2. സോ നമ്മൾ ഈ ഒരു സ്ലട്സ്കി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന വേരിയേഷൻ മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻ 3 നമ്മൾ രണ്ട് അസംഷൻസ് വെക്കുവാണ്. അതായത് വി ആർ ചേഞ്ചിങ് ഓൺലി ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി 1 ഈസ് ചേഞ്ച്ഡ്, റിമൈനിങ് ഒക്കെ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറയുകയാണ്. അതായത് P1 മാത്രമേ മാറുന്നുള്ളൂ, P2 അതുപോലെ ഇൻകം റിമെയിൻ ദ സെയിം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതായത് ചേഞ്ച് ഇൻ P2 ഈക്വൽ ടു 0 ആണ്. ചേഞ്ച് ഇൻ P2 ആണ് dp2 എന്ന് കാണിക്കുന്നത്. അതായത് P2ൻ്റെ വിലയിൽ വ്യത്യാസം വരുന്നില്ല, P1ൻ്റെ വിലയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിലും, അതായത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു കയ്യിലുള്ള ഇൻകത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ തന്നെയാണ് എങ്കിൽ നമുക്ക് വി ക്യാൻ അസ്യൂം ആസ് dm ഈസ് ഈക്വൽ ടു 0. ഈ 2 അസംഷൻസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ, ഇപ്പം നമ്മൾ എഴുതിയ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റെഡ്യൂസസ് ടു dq1 ഈക്വൽ ടു 1 by d into d11 lambda dp1 plus this part will become
ഈക്വൽ ടു 0, കാരണം DP2 അവിടെ 0 ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഇത് 0 ആവും, ഇതൊക്കെ 0 ആവുമ്പോൾ DM ഈസ് ആൾസോ ഈക്വൽ ടു 0 ആണ്. സോ അവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത് D31 ഇൻറ്റു Q1 DP1 എന്നുള്ളതാണ് അവിടെ ഇക്വേഷനിൽ ബാക്കിയായിട്ട് വരുന്നത്. സോ we can this 1 by d is applicable to this entire equation ആണ്. So we can write it as dq1 equal to d11 lambda divided by d into dp1 plus d31 divided by d into q1 dp1 എന്നുള്ള രീതിയിൽ ഇക്വേഷൻ മാറും. Again we can look into this part. Then dp1 ഇവിടെ കോമൺ ആണ്. we can take it outside. dq1 equal to d11 lambda divided by d plus q1 d31 divided by d into dp1 വരും. Then we can take this dp1 on this side. Then it will become dq1 by dp1 equal to d11 lambda divided by d plus q1 d31 divided by d. This is the original Slutsky equation. ഇതാണ് നമ്മൾ സ്ലട്സ്കി ഇക്വേഷൻ ആയിട്ട് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. we can write this equation നമ്പർ 4 ആണ് നമ്മുടെ സ്ലട്സ്കി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ഷോസ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഷോസ് ദ ഇൻകം ഇഫക്റ്റ് ആണ്. ബട്ട് വി ഹാവ് ടു ഡീകമ്പോസ് ഇറ്റ്. ഇതിനെ നമുക്ക് എന്തായാലും രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ ഫർദർ എന്താ പറയുക ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് അഗെയിൻ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 3 സെറ്റിലുള്ള മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. സോ നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഇൻകം ഇഫക്റ്റ് ആണ്. വി ആർ ഫസ്റ്റ് ഡിറൈവിങ് ദ ഇൻകം ഇഫക്റ്റ് ആണ്. വെൻ ഇൻകം ഇഫക്റ്റ് ഈസ് ടു ബി ഐഡൻറ്റിഫൈഡ് വി അസ്യൂം ദാറ്റ് പ്രൈസസ് ഓൾ റിമെയിൻ ദ സെയിം. അപ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ മാത്രം ചേഞ്ചാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ പ്രൈസുകളൊക്കെ അവിടെ സെയിം ആണെന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. സോ നമ്മൾ ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ തന്നെ നമ്മൾ 2 അസംഷൻസ് വെക്കുവാണ്. അതായത് പ്രൈസസ് ഓൾ റിമെയിൻ ദ സെയിം, DP1 ഈക്വൽ ടു 0 ആൻഡ് DP2 ഈക്വൽ ടു 0. അതായത് പ്രൈസൊക്കെ റിമെയിൻ ദ സെയിം ആണ്, ഓൺലി ഇൻകം ചേഞ്ച് മാത്രമാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ DP1 അതുപോലെ DP2 രണ്ടും 0 ആണെങ്കിൽ എന്തായിരിക്കും ആ ഇക്വേഷനിൽ സംഭവിക്കുന്നത്? DQ1 ഈക്വൽ ടു ഈ ഒരു പാർട്ട് 0 ആയി മാറും, കാരണം DP1 0 ആണ്, DP2 0 ആണ്. ഇവിടെയും DP1 അതുപോലെ DP2 രണ്ടും 0 ആണ്. അപ്പോൾ അവിടെ ബാക്കിയായിട്ട് വരുന്നത് DQ1 ഈക്വൽ ടു 1/d ഇൻറ്റു ഫസ്റ്റ് ലാംഡ DP1 0 ആയി, ലാംഡ DP2 0 ആയി, ഇപ്പുറത്തെ ഭാഗത്തോട്ടുമൊക്കെ 0 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് റിമൈനിങ് ഓൺലി D31 മൈനസ് TM എന്ന് മാത്രമാണ് അവിടെ വരുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ അഗൈൻ ആസ് ഈക്വൽ ടു. സോ ഇവിടെ 2 അസംഷൻസ് ശ്രദ്ധിക്കുക. DP1 ആൻഡ് DP2 അപ്ലൈഡ് ടു ദിസ് ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 അസംഷൻസും അവിടെ വന്നു കഴിഞ്ഞാൽ DQ1 ഈക്വൽ ടു മൈനസ് D31 ബൈ D ഇൻറ്റു DM എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എഴുതാം. അഗെയിൻ സപ്പോസ് ടേക്കിംഗ് DM ഓൺ ദിസ് സൈഡ് ആണെങ്കിൽ DQ1 ബൈ DM ഈക്വൽ ടു മൈനസ് D31 ഡിവൈഡഡ് ബൈ D. ഇതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ദിസ് ഇക്വേഷൻ ഷോസ് ദ ഇൻകം ഇഫക്റ്റ്. ഹിയർ വി അസ്യൂംഡ് 2 തിങ്സ്, ദാറ്റ് ഈസ് പ്രൈസസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദ assumption that we derived. So ഇതാണ് ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കാണണം. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ദേ ആർ റിമൈനിങ് ഓൺ ദ ഒറിജിനൽ യൂട്ടിലിറ്റി ലെവൽ. സോ യൂട്ടിലിറ്റിയിൽ നമുക്ക് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് F1/F2 ഈക്വൽ ടു P1/P2 ആണ്. അപ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് ഒരു ഇക്വേഷനിൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വെൻ ഈ ഒരു ഇക്വേഷനിൽ അതായത് അതായത് P2 dQ1 P2 dQ2 ദിസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ P1 dQ1 P2 dQ2 ഈസ് ഈക്വൽ ടു മൈനസ് DM പ്ലസ് Q1 dP1 Q2 dP2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് P1 dQ1 P2 dQ2 ഇതൊക്കെ 0 ആണെങ്കിൽ യൂട്ടിലിറ്റി നമ്മൾ സെയിം ഇതിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് മാറുന്നതായിരിക്കും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇതിൽ ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് പാർട്ട് മൊത്തം അവിടെ 0 ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ വെൻ വി അപ്ലൈ ടു കണ്ടീഷൻസ്, ദാറ്റ് ഈസ് യൂട്ടിലിറ്റി റിമെയിൻ ദ സെയിം and price of the other commodity also remain the same, then he can substitute more of one commodity. അപ്പോൾ അതാണ് ശരിക്കും അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി റിമെയിൻ ദ സെയിം ആൻഡ് പ്രൈസ് ചേഞ്ച് ഓഫ് ദ സെക്കൻഡ് കമ്മോഡിറ്റി ആൾസോ റിമെയിൻ ദ സെയിം ആണെങ്കിൽ ഇവിടെ യൂട്ടിലിറ്റി റിമെയിൻ ദ സെയിം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ 0 ആയി മാറും. അതുപോലെ DP2 ആൾസോ റിമെയിൻ ദ സെയിം എന്ന് പറയുമ്പോൾ ഈ പോർഷനും 0 ആകുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റായിട്ട് വരുന്നത് DQ1 ഈക്വൽ ടു 1/D ഇൻറ്റു D11 ലാംഡ DP1 എന്ന് മാത്രമായിട്ട് ആ ഇക്വേഷൻ ചുരുങ്ങും. അപ്പോൾ നമുക്കതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ DQ1/DP1 ഈക്വൽ ടു 1/D11 ലാംഡ ഡിവൈഡ് ബൈ D എന്ന് എഴുതാം. ദിസ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇവിടെ നമ്മൾ രണ്ട് അസംഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഒന്ന് യൂട്ടിലിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ആൾസോ റിമെയിൻസ്, അതായത് P2 ആൾസോ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദിസ് ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഇക്വേഷൻ നമ്പർ 6 ആണ്. ദിസ് ഇക്വേഷൻ നമ്പർ 6 ഷോസ് ദ substitution effect. So equation 5 and equation 6 നമ്മൾ equation 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ DQ1/DP1 ഈക്വൽ ടു ഈ D11 ലാംഡ ഡിവൈഡഡ് ബൈ എന്നുള്ള ഒരു പാർട്ടുണ്ടല്ലോ, ആ പാർട്ടിനാണ് ഇവിടെ നമ്മൾ D11 ലാംഡ ഡിവൈഡ് ബൈ D എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ 6th ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ അതവിടെ എഴുതുക, അതായത് DQ1/DP1 യൂട്ടിലിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് ആദ്യത്തെ പാർട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലസ് ഇക്വേഷൻ 4 നോക്കുക. അടുത്തത് Q1 അവിടെയുണ്ട് Q1. ദെൻ നെക്സ്റ്റ് ഈ ഒരു പാർട്ട് D31/D അതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് മൈനസ് D31/D ആണ്. അപ്പം പ്ലസ് D31 എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇപ്പുറത്ത് മൈനസ് അതിന് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ഇവിടെ മൈനസ് DQ1/DM ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് പ്രൈസസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്യാം. DQ1/DP1 ഈക്വൽ ടു DQ1/DP1 യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആണ് മൈനസ് Q1 ഇൻറ്റു DQ1/DM. ഇവിടെ നമ്മൾ പ്രൈസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലി നമ്മൾ ഡിറൈവ് ചെയ്യുന്ന സ്ലട്സ്കി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ സ്ലട്സ്കി ഇക്വേഷനിൽ ഫസ്റ്റ് പാർട്ട്, അതായത് DQ1/DP1 ഷോസ് ദ ടോട്ടൽ പ്രൈസ് ഇഫക്റ്റ്. ദെൻ ഈ പാർട്ട് കാണിക്കുന്നത്
substitution effect, and this part shows the income effect. നമുക്ക് ഓരോ കമ്മോഡിറ്റിയുടെ കേസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് കേസ് നോർമൽ കമ്മോഡിറ്റി, the next inferior commodity, the next given commodity. So price effect, substitution effect and income effect. Then Slutsky highlighted that substitution effect is negative for all commodities irrespective of its nature. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എപ്പോഴും നെഗറ്റീവായിരിക്കും. അതായത് രണ്ട് കമ്മോഡിറ്റി അലോട്ട് ചെയ്തെടുത്തുനിന്ന് ഒരു കമ്മോഡിറ്റിക്ക് മാത്രമായിട്ട് കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റിയുടെ അളവ് കുറച്ചേ മതിയാവും. സോ അത് വെദർ ഇറ്റ് ഈസ് നോർമൽ ഓർ ഇൻഫീരിയർ ഓർ ഗിഫൻ വാട്ട് എവർ ഇറ്റ് മേ ബി, ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ആൾവേസ് നെഗറ്റീവാണ്. നേരെ തിരിച്ച് ഇൻകം ഇഫക്റ്റ് പോസിറ്റീവാണ് ആർക്ക്, നോർമൽ കമ്മോഡിറ്റിക്ക്. ബട്ട് it is negative for inferior, negative for again given good. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതായത് dQ1/dm അത് പ്ലസ് ഫോർ നോർമൽ കമ്മോഡിറ്റി ആൻഡ് ഇൻഫീരിയർ ഫോർ നെഗറ്റീവ് ഗിഫണിനും അത് നെഗറ്റീവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ദെൻ ടോട്ടൽ ഇഫക്റ്റ് ഓഫ് ദി പ്രൈസ് ചേഞ്ച് ഫോർ ദ നോർമൽ കമ്മോഡിറ്റി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആയിരിക്കും. ദെൻ ദാറ്റ് ഈസ് ബിക്കോസ് ഹിയർ ഒരു നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടാവും, അതുപോലെ ഒരു പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ദർ ഇസ് എ മൈനസ് സൈൻ, നമുക്ക് ആ ഒരു മൈനസ് സൈൻ ഇവിടെ വെക്കാം. സോ ഇവിടെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന, അതായത് ദർ ഈസ് നോർമൽ കമ്മോഡിറ്റിയുടെ കേസിൽ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആയിരിക്കും. അതായത് നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇൻറ്റു പോസിറ്റീവ് ഇൻകം ഇഫക്റ്റ് ആൻഡ് മൈനസ്. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് വരുമ്പോൾ മൈനസ് വരും, മൈനസ് ഇവിടെ ഒരു ടോട്ടൽ നെഗറ്റീവ് പ്രൈസ് ഇഫക്റ്റ് അവിടെ ഉണ്ടാക്കുന്നതാണ്. The next, in the case of inferior commodity, ഇവിടെ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അവിടെ ഒരു പ്ലസ് സൈന് രൂപപ്പെടും. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഇനി ഒരു ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കേസിൽ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് വെരി പ്രോമിനൻറ്റ്. ഈ ഒരു ഇഫക്റ്റ് ആയിരിക്കും വളരെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കേസിലും ടോട്ടൽ പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് തന്നെയായിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഗിഫൺ കമ്മോഡിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നെഗറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് ഇൻകം ഇഫക്റ്റാണ്. ഈ നെഗറ്റീവ് ഇൻറ്റു ഇവിടെയുള്ള ഒരു ഈ ഒരു സിമ്പിൾ കണ്ടില്ലേ, ഇതിവിടെ ഇക്വേഷനിൽ വരുന്ന ഒരു മൈനസ് സൈനാണ്. ഇപ്പോൾ ഈ മൈനസും അതുപോലെ ഇവിടെ ഒരു നെഗറ്റീവ് ഇൻകം ഇഫക്റ്റാണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വരും. അപ്പോൾ ഇവിടെ ഗിഫൺ ഗുഡിൻ്റെ കേസിൽ മാത്രം അതൊരു പോസിറ്റീവ് പ്രൈസ് ഇഫക്റ്റാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അതായത് സ്ലട്കി ഹൈലൈറ്റ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് നെഗറ്റീവ് ഫോർ ഓൾ കമ്മോഡിറ്റി, ബട്ട് ഇൻകം ഇഫക്റ്റ് ഈസ് പോസിറ്റീവ് ഫോർ നോർമൽ കമ്മോഡിറ്റി, ബട്ട് ഇറ്റ് ഈസ് നെഗറ്റീവ് ഫോർ ബോത്ത് ഇൻഫീരിയർ ആൻഡ് ഗിഫൺ ഗുഡ്. In the case of inferior commodity, this negative substitution effect is more prominent than the എന്താ പറയുക, അവിടുത്തെ ആ ഇൻകം ഇഫക്റ്റിനേക്കാളും കൂടുതൽ പ്രോമിനൻ്റ് അവിടുത്തെ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റാണ്. അതുകൊണ്ട് ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കേസിൽ പ്രൈസ് ഇഫക്റ്റ് നെഗറ്റീവ് തന്നെയായിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഗിഫൺ ഗുഡ് നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടാക്കുന്ന ഒരു ഇൻകം ഇഫക്റ്റാണ്. അപ്പോൾ അവിടെ ഇൻകം ഇഫക്റ്റ് ആൾറെഡി നെഗറ്റീവാണ്. കാരണം എന്താ പറയുക, ഇൻകം കൂടിയവർ ഈ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യൂല, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഇൻവേഴ്സ് റിലേഷനാണ് അവിടെ വരുന്നത്. ബട്ട് ദാറ്റ് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് നെഗറ്റീവ് സൈൻ ഇറ്റ് വിൽ ബിക്കം പ്ലസ്. സോ ഓവറോൾ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗിഫൺ കമ്മോഡിറ്റിയുടെ കേസിൽ പോസിറ്റീവായിരിക്കും. ദാറ്റ്സ് ഓൾ റിലേറ്റഡ് ടു സ്ലട്സ്കി ഇക്വേഷൻ. താങ്ക് യു.